ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. നാളത്തെ നമ്മുടെ അക്കൗണ്ടൻസിയുടെ എക്സാമിൽ വരുന്ന ഒരു ഷുവർ 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. റിയലൈസേഷൻ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഒരുപാട് പേർക്ക് അറിയില്ല. ഒത്തിരി കുട്ടികൾ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്, അത് ചെയ്യാതിരിക്കാൻ വല്ല വഴിയുണ്ടോ, ഓപ്ഷൻ വേറെ ക്വസ്റ്റ്യൻ വരുമോ എന്നുള്ളതൊക്കെ. പക്ഷേ അത് നമ്മൾ പഠിച്ചിട്ട് പോകുക, വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അതാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരില്ല. 3-ലധികം വീഡിയോസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ചാനൽ പേജ് കയറി നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ മനോജ് മിഥുൻ രണ്ടുപേരും ഈക്വൽ പാർട്ട്നേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് റിയലൈസേഷൻ, പാർട്ട്നേഴ്സ് ക്യാപിറ്റലും ബാങ്ക് അക്കൗണ്ടും വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നോക്കാത്ത റിസർവ് ഫണ്ട് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അസറ്റ് സൈഡിലെ ബാങ്ക്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾ, മെഷീനറി, ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ട്. ദെൻ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അസറ്റ്സ് വിറ്റിട്ട് കിട്ടിയ പണങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് മിഥുൻ എടുത്തുകൊണ്ട് പോയെന്ന് പറയുന്നു. ക്രെഡിറ്റേഴ്സിന് 5% കുറച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റിയലൈസേഷൻ എക്സ്പെൻസ് 1200 രൂപ വന്നു എന്നും പറയുന്നുണ്ട്. സോ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് ആദ്യം നോക്കാം. റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ബാലൻസ് ഷീറ്റിൻ്റെ ഈ സൈഡിലുള്ള കാര്യങ്ങളെല്ലാം റിയലൈസേഷൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക്, ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? റിയലൈസേഷൻ്റെ ഈ സൈഡ്, ആ സൈഡിലേക്ക് നമ്മൾ എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ ചില കാര്യങ്ങൾ എഴുതണ്ട. ഏതൊക്കെയാണ് എഴുതണ്ടാത്തത്? അതായത് നമ്മൾ പേ ചെയ്യാനുള്ള കടങ്ങളാണ് നമ്മൾ ഈ മാറ്റുന്നത്. റിസർവ് ഫണ്ട് എന്ന് പറയുമ്പോൾ കടമല്ലല്ലോ, നമ്മുടെ ഫണ്ടാ. സോ അത് മാറ്റണ്ട. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു കടമല്ല, അപ്പോൾ അതും മാറ്റണ്ട. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ റിസർവ് ഫണ്ടും ക്യാപിറ്റലും മാറ്റണ്ട. ബാക്കി ലയബിലിറ്റി സൈഡിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ് മാറ്റേണ്ടത്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റർ മാത്രമല്ലേ ഉള്ളൂ. സോ ക്രെഡിറ്ററിന് മാത്രം നമ്മുടെ റിയലൈസേഷൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് എഴുതാം. എത്രയാണ്? ബാലൻസ് ഷീറ്റിലെ എമൗണ്ട് ആണ് എഴുതേണ്ടത്, 20,000. സോ 20,000 എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റർ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ റിയലൈസേഷൻ അക്കൗണ്ട് നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എഴുതാണ് ബൈ ക്രെഡിറ്റേഴ്സ് 20,000. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 20,000 നമ്മൾ ക്രെഡിറ്റേഴ്സിന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ് ഇപ്പോൾ കണ്ടത്. ഇനി അസറ്റ് സൈഡിലുള്ള അസറ്റുകൾ മൊത്തം എന്ത് ചെയ്യണം? റിയലൈസേഷൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക്, ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റണം. ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ എന്ത് മാറ്റണ്ട? ഈ അസറ്റൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റുന്നത്. അതുകൊണ്ട് ക്യാഷ് അറ്റ് ബാങ്കോ ക്യാഷ് ഇൻ ഹാൻഡോ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റണ്ട. അതല്ലാത്ത ബാക്കിയെല്ലാം മാറ്റിയാൽ മതി. ബാക്കിയെല്ലാം എന്ന് പറയുമ്പോൾ ഡെറ്റർ, സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾ, മെഷീനറി, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത്രയും നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് മാറ്റുക. അപ്പോൾ മാറ്റുമ്പോൾ ഈ ബാലൻസ് ഷീറ്റിൽ ഈ എമൗണ്ട് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. സോ നമുക്ക് ഓരോന്നായിട്ട് ഇവിടെ എഴുതാം. അപ്പോൾ ടു ഡെറ്റേഴ്സ് വരുന്നുണ്ട് 15,000. പിന്നെ സ്റ്റോക്ക് വരുന്നുണ്ട്, അതൊക്കെ ബാലൻസ് ഷീറ്റിലെ വാല്യൂ ആണ് എഴുതേണ്ടത്, 25,000. ബിൽസ് റിസീവബിൾ വരുന്നുണ്ട്, ടു ബിൽസ് റിസീവബിൾ 5,000. ദെൻ ടു മെഷീനറി 20,000. ടു ഇൻവെസ്റ്റ്മെൻറ്റ് 15,000. അങ്ങനെ അസറ്റ്സ് എല്ലാം മാറ്റി ലയബിലിറ്റീസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്തു. ഇനി എന്താ നമ്മൾ ചെയ്യണ്ടേ? ഈ അസറ്റിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് മാറ്റാം, വിറ്റ് കിട്ടിയെന്നുള്ള രീതിയിൽ. ഓക്കെ, ഈ അസറ്റൊക്കെ നമ്മൾ വിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് മാറ്റിയത്. സോ ഇതെല്ലാം വിറ്റിട്ട് നമുക്ക് പണം കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പോകുകയാണ്. അപ്പോൾ പണം കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ആദ്യം നമുക്ക് ഡെറ്റർ ഓരോന്നായിട്ട് മാറ്റാം. ഡെറ്റർ വിറ്റിട്ട് എത്ര കിട്ടിയെന്ന് ചോദ്യത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടാകും. നമുക്ക് നോക്കാം. ഡെറ്റർ വിറ്റിട്ട് എത്ര കിട്ടിയെന്ന് പറയുന്നത് 14,000 കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബൈ ബാങ്ക് എന്ന് എഴുതി, എന്നിട്ട് വേണമെങ്കിൽ ചെറുതാക്കി എഴുതിക്കോളൂ. ഡെറ്റർ ആണ് നമുക്ക് കിട്ടിയത് 14,000. ഇനി സ്റ്റോക്ക് വിറ്റിട്ട് എത്ര കിട്ടിയെന്നാണ് പറയുന്നത്? നമുക്ക് നോക്കാം. സ്റ്റോക്ക് വിറ്റിട്ട് 26,000 കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ബൈ ബാങ്ക് എഴുതി, എന്നിട്ട് ബ്രാക്കറ്റിൽ സ്റ്റോക്ക് എന്ന് എഴുതി. സ്റ്റോക്ക് വിറ്റിട്ട് 26,000 ആണ് കിട്ടിയത്, അത് എഴുതി. ഇനി ബിൽസ് റിസീവബിൾ അല്ലേ? ബിൽസ് റിസീവബിൾ കിട്ടിയിട്ട് എത്ര കിട്ടിയെന്നാണ് പറയുന്നത്? ബിൽസ് റിസീവബിൾ വിറ്റിട്ട് 4,000 കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എഴുതാം ബൈ ബാങ്ക്. ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് വന്നത് ഏതാണ്? ബിൽസ് റിസീവബിൾ ആണ്. ബിൽസ് റിസീവബിൾ വിറ്റിട്ട് കിട്ടിയത് 4,000 രൂപയാണ്. ദെൻ പിന്നെ അടുത്തത് ടു മെഷീനറി. മെഷീനറി വിറ്റിട്ട് എത്ര കിട്ടിയത്? മെഷീനറി വിറ്റിട്ട് 22,000 രൂപയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എഴുതാം ബൈ ബാങ്ക് വിറ്റ് കിട്ടിയതാണ്, മെഷീനറി ആണ് കിട്ടിയത്. സോ മെഷീനറി 22,000 രൂപ, അത് നമ്മൾ എഴുതി. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റിട്ട് എത്ര കിട്ടിയേ? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയതിനെ പറ്റി ഇവിടെ എന്താ പറയുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കാൻ പറ്റിയില്ല, മിഥുൻ 13,000 രൂപക്ക് എടുത്തു. അപ്പോൾ ബൈ ബാങ്ക് എന്ന് എഴുതാൻ പറ്റില്ല, കാരണം വിറ്റില്ല, മിഥുനെ എടുത്തേ. അപ്പോൾ അതുകൊണ്ട്
ബൈ മിഥുൻസ് ക്യാപിറ്റൽ എന്ന് എഴുതുക. എന്നിട്ട് ബ്രാക്കറ്റിൽ ഒന്ന് എഴുതിക്കോളാം ഇൻവെസ്റ്റ്മെൻ്റ് ആണത്. അത് 13,000 രൂപയ്ക്ക് മിഥുൻ എടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ കിടന്ന എല്ലാ അസറ്റുകളും വിറ്റു അല്ലെങ്കിൽ പാർട്ട്ണർ എടുത്തതൊക്കെ നമ്മൾ ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയ ലയബിലിറ്റീനൊക്കെ നമ്മൾ പേ ചെയ്യാൻ ഇങ്ങോട്ടേക്ക് എഴുതണം. അപ്പോൾ ക്രെഡിറ്ററിനെ പറ്റിയിട്ട് എന്താ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്? ക്രെഡിറ്റർക്ക് 5% കുറച്ചിട്ട് പണം കൊടുത്തു. അപ്പോൾ ക്രെഡിറ്റർക്ക് പണം കൊടുക്കുമ്പോൾ ടു ബാങ്ക് ആണല്ലോ. അപ്പോൾ ബ്രാക്കറ്റിൽ ക്രെഡിറ്റർ എന്ന് എഴുതാം. 5% കുറച്ചിട്ടാണ് കൊടുത്തത്. 20,000-ൻ്റെ 5% കണ്ടുപിടിക്കുക. 20,000 × 5/100 അതെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? 20,000-ൻ്റെ 5% എന്ന് പറയുന്നത് 1000 രൂപ കിട്ടും. ആ 1000 കുറച്ചിട്ട്, അതായത് 19,000 രൂപയാണ് ക്രെഡിറ്റേഴ്സിന് നമ്മൾ പേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതും നമ്മൾ എഴുതി. സോ അതൊക്കെ എഴുതി. പിന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റിൽ എഴുതാത്തതുണ്ടോ എന്ന് നോക്കാം. ഇത് മാത്രമേ ഇനി എഴുതാനുള്ളൂ. റിയലൈസേഷൻ എക്സ്പെൻസ് ഒരു 1200 രൂപ കൊടുത്തേക്കുന്നത്. പണം പോകുമ്പോൾ എന്താണ്? ടു ബാങ്ക് ആണല്ലോ. ടു ബാങ്ക് തന്നെ എഴുതാം. റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുത്തതാണ് 1200 എന്ന് എഴുതി. സോ നമ്മൾ അതും എഴുതി, എല്ലാം എഴുതിയിട്ടുണ്ട്. ഇനി ഇത് എന്ത് ചെയ്താൽ മതി? നമ്മൾ ടോട്ടൽ ചെയ്താൽ മതി. ടോട്ടൽ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വരുന്നത് 1,02,200 1,02,200 ആണ് വരുന്നത്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ കിട്ടുന്നത്, ക്രെഡിറ്റ് സൈഡിലാണ് കുറവ് കിട്ടുന്നത്. ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് കുറവ് വരുന്നത് ഒരു 1200 രൂപയുടെ കുറവായിരിക്കും വരിക. സോ ക്രെഡിറ്റ് സൈഡിലായതുകൊണ്ട് ഇത് റിയലൈസേഷൻ ലോസ് ആണ്. ഓക്കെ, ഇത് റിയലൈസേഷൻ ലോസ് ആണ്. ലോസ് ആർക്കൊക്കെ കിട്ടും? പഴയ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള, നിലവിലുള്ള പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഇവിടെ മിഥുനും മനോജും അല്ലേ. അപ്പം മിഥുൻസ് ക്യാപിറ്റൽ അക്കൗണ്ടും അതേപോലെ തന്നെ മനോജ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈക്വൽ പാർട്ട്ണർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈക്വൽ ആയിട്ട് 600 രൂപ വെച്ചിട്ട് അവർക്ക് നഷ്ടം കിട്ടും. സോ അങ്ങനെയാണ് റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇവരുടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാണ്. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് ഇവരുടെ ആദ്യത്തെ ക്യാപിറ്റൽ ഉണ്ടല്ലോ 30,000 അതെടുത്ത് എഴുതുക. അതെവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. കാരണം ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ബൈ ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് 30,000 നമ്മൾ എഴുതി. പിന്നെ അടുത്തത് എഴുതേണ്ട ബാലൻസ് ഷീറ്റിൽ റിസർവ് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ 10,000 രൂപയുണ്ടല്ലോ. ആ റിസർവ് അവർക്ക് പപ്പാതിയായിട്ട് പകുതി വെച്ച് വീതിച്ച് കൊടുക്കണം. അപ്പോൾ ബൈ റിസർവ് ഫണ്ട് അവർക്ക് കിട്ടുന്നതെല്ലാം നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണല്ലോ എഴുതുക. അപ്പോൾ 10,000-ന് പകുതി എന്ന് പറയുമ്പോൾ 5,000. പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ നേരത്തെ വരച്ച് റിയലൈസേഷനിലേക്ക് നോക്കുക. അവിടെ എവിടെയെങ്കിലും പാർട്ട്ണറെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടോ നോക്കാം. ഇവിടെ പറയുന്നുണ്ട് ബൈ മിഥുൻ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തത് 13,000 എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ബൈ മിഥുൻ എന്ത് വരുന്നുണ്ട്? 13,000 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലേക്ക് എഴുതുമ്പോൾ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതാം. എന്താ എഴുതേണ്ടത്? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് റിയലൈസേഷൻ അക്കൗണ്ട് അല്ലേ ബൈ മിഥുൻ. അപ്പോൾ മിഥുൻ അക്കൗണ്ട് അറ്റ് റിയലൈസേഷൻ എന്നാണ് എൻട്രി വരുന്നത്. അപ്പോൾ മിഥുന് നമ്മൾ ഇവിടെ റിയലൈസേഷനിൽ ഇവിടെ എഴുതിയതുകൊണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൽ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് മിഥുൻ്റെ അക്കൗണ്ടിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, 13,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തത് അത് എഴുതി. പിന്നെ പാർട്ട്നേഴ്സിനെ പറ്റിയിട്ട് പിന്നെ ഇവിടെയും പറയുന്നുണ്ടല്ലോ. മിഥുൻസ് ക്യാപിറ്റൽ മനോജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 600 അവർക്ക് നഷ്ടം വന്നത് അത് നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതാം. റിയലൈസേഷൻ എന്ന് അങ്ങനെ തന്നെ പറഞ്ഞിട്ട്. സോ റിയലൈസേഷൻ എഴുതാം. റിയലൈസേഷൻ അതിൻ്റെ നഷ്ടം അവർക്ക് കിട്ടിയതാണ് 600. സോ അത് രണ്ടും അത്രേ ഉള്ളൂ നമുക്ക് ഇവിടെ എഴുതാൻ, വേറെ ഒന്നുമില്ല. നമ്മളെല്ലാം എഴുതി. ഓക്കെ, അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുക? ഇത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതലുള്ളത് 35,000 ഇവിടെ അങ്ങനെ തന്നെ. അപ്പോൾ രണ്ട് സൈഡിലും 35,000 ആ 35,000-ൽ നിന്ന് 13,600 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 21,400 കിട്ടും. 21,400 കിട്ടും. ഇവിടെ 600 കുറച്ച് കഴിയുമ്പോൾ 34,400 കിട്ടും. ഇതെന്ന് പറയുന്നത് എന്താണ്? ബാലൻസ് ക്യാരി ഡൗൺ അല്ല, ഇത് അവർക്ക് കിട്ടുന്ന പണമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ടു ബാങ്ക് എന്നാണ് എഴുതുക. ഓക്കെ, ടു ബാങ്ക്. ഈ പണം അവർക്ക് കിട്ടുകയാണ്, കാരണം ബിസിനസ് അടച്ചു പോകാണല്ലോ. അങ്ങനെ അത് എഴുതി. ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പിന്നെ ബാലൻസ് ഷീറ്റിലേക്ക് പോകുക. ബാലൻസ് ഷീറ്റിൽ പോയിട്ട് ഇവിടെ ക്യാഷ് അറ്റ് ബാങ്കിൻ്റെ എമൗണ്ട് 10,000 കിടക്കുന്നത് കണ്ടോ? ഈ എമൗണ്ട് അത് ആദ്യം എഴുതാം. ബാങ്ക് അസറ്റ് ആയതുകൊണ്ട് അസറ്റിന് ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതാം. സോ ബാലൻസ് ബ്രോഡൗൺ നമ്മൾ 10,000 എഴുതി. ഓക്കെ, 10,000 എഴുതിയിട്ടുണ്ട്. ഇനി നേരെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് പോയിക്കോളാം. എവിടെയൊക്കെ ബാങ്ക് എഴുതിയിട്ടുണ്ടോ അതൊക്കെ ഇങ്ങോട്ട് എഴുതണം. അപ്പോൾ ഡെബിറ്റ് സൈഡ് ആദ്യം നോക്കാം. ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 19,000 1,200 എഴുതിയിട്ടുണ്ട്. ഇവിടെ എഴുതിയത് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്കാണ് എഴുതേണ്ടത്. സോ 19,000
നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് എഴുതാം. അപ്പോൾ ഈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന 19,000 1200 രൂപ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വേണം എഴുതാൻ വേണ്ടിയിട്ട്. റിയലൈസേഷൻ അക്കൗണ്ടിലല്ല എഴുതിയത്, അപ്പം നമ്മൾ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. സോ ബൈ റിയലൈസേഷൻ 19,000, അതേപോലെ തന്നെ ബൈ റിയലൈസേഷൻ 1200, അങ്ങനെ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിലേക്ക് എഴുതിയാൽ മതി. 1200 അത് എഴുതി. ഇനി പിന്നെയും റിയലൈസേഷൻ അക്കൗണ്ടിൽ നോക്കാം. ബാങ്കിൽ നിന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? കുറേ എഴുതിയിട്ടുണ്ട് അല്ലേ. നമ്മളിതാ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ഇതാ ഇത്രയും എഴുതിയിട്ടുണ്ട്. ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇതാ ഇത്ര എഴുതിയിട്ടുണ്ട്. 1 2 3 4 4 എണ്ണം. 14,000 26,000 4,000 22,000 എഴുതിയിട്ടുണ്ട്. സോ ഈ ഇത്രയും ബാങ്ക് എന്ന് എഴുതിയത് ബാങ്ക് അക്കൗണ്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ടു റിയലൈസേഷൻ. കാരണം റിയലൈസേഷൻ അക്കൗണ്ട് അല്ലേ. ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ആ 4 കാര്യങ്ങൾ എടുത്ത് എഴുതാം. അപ്പോൾ ആദ്യത്തേത് ടു റിയലൈസേഷൻ. ഓക്കെ, ടു റിയലൈസേഷൻ ആദ്യത്തേത് എമൗണ്ട് എത്രയാണ് വരുന്നത്? 14 ഉണ്ട്, 26 ഉണ്ട്, 4,000 ഉണ്ട്. സോ ഞാൻ അത് പെട്ടെന്ന് എവിടെ എഴുതാം? 16,000 26,000 4,000, പിന്നെ ഒരെണ്ണം കൂടി വരുന്നുണ്ടല്ലോ 22,000. സോ 22,000 അതും എഴുതി. ഇതെല്ലാം എന്താണ്? റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് അതും എഴുതി. ഓക്കെ, പിന്നെ ഇനി എന്തെങ്കിലും ബാങ്ക് എന്ന് പറഞ്ഞ റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ഇല്ല, നമ്മളെല്ലാം എഴുതി. ഇനി പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൽ എവിടെയെങ്കിലും ബാങ്ക് എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൽ ബാങ്ക് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ടു ബാങ്ക് എന്ന് പറഞ്ഞത് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ അതെന്ത് ചെയ്യണം? ബാങ്കിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക്, ഓക്കെ, ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എഴുതാം. 21,400 34,400 മനോജ്, അതുപോലെ തന്നെ മിഥുൻ മനോജ് എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ എഴുതാം ബൈ മിഥുൻസ് ക്യാപിറ്റൽ 21,400. ദെൻ ബൈ മനോജ് ക്യാപിറ്റൽ 34,400. അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ടോട്ടൽ ചെയ്താലുണ്ടല്ലോ നമുക്ക് ടാലി ആയിട്ട് പോകും. 76,000. നാളത്തെ എക്സാമിന് എല്ലാവരും റിയലൈസേഷൻ്റെ പ്രോബ്ലം എന്തായാലും ചെയ്ത് അത് ടാലി ആക്കണം. വളരെ സിമ്പിളാണ്. വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.